ഭൂമിയുടെ അഗാധതയിൽ ഒരു പ്രതിഭാസം, എന്നിട്ട് 1000 മീറ്ററോളം ഉയരത്തിൽ 1 കിലോമീറ്റർ ഉയരത്തിലുള്ള മറ്റൊരു പ്രതിഭാസം, ഉപരിതല തിരമാല രണ്ടാം പ്രതിഭാസം, മൂന്നാമത് ഏതാണ്ട് അതേ ഉയരത്തിൽ അന്തരീക്ഷത്തിൽ പോകുന്ന മേഘം എന്ന് പറയുന്ന മൂന്നാം പ്രതിഭാസം. ഇത് 3 അടുക്കുകളാണ്. ഇതിനെയാണ് ഒന്നിനു മുകളിൽ ഒന്നായി എന്ന് ഖുർആൻ പറയുന്നത്. വ്യാഖ്യാനമില്ലാത്ത അർത്ഥം. ഇവരെന്താ ചെയ്ത? വ്യാഖ്യാനിച്ചില്ലേ? കള്ളന്മാരെ, നിങ്ങൾ വ്യാഖ്യാനിച്ചില്ലേ? നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ ആഴക്കടലിനെ കുറിച്ചുള്ള പഠനത്തിൽ ഒഷ്യോനോഗ്രഫിയിൽ നമുക്ക് കാണാൻ കഴിയും, പുതിയ കാലത്ത് മാത്രമാണ് ഒഷ്യോനോഗ്രഫി ആഴക്കടലിലേക്ക് കടന്നുപോയത്. കാരണം സാധാരണഗതിയിൽ ഒരാൾക്ക് ആഴത്തിൽ ഊളിയിടാൻ കഴിയുക 20 മീറ്റർ താഴേക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി അല്ലാതെ മനുഷ്യർക്ക് പോകാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് പോയത് ഈ ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ്. ഇന്ന് നമുക്കറിയാം, 1000 മീറ്റർ കഴിഞ്ഞാൽ പിന്നീട് ഇരുട്ട് മാത്രമല്ല, ഇരുട്ട് ഒരു ഇരുട്ടിന് മുകളിൽ അടുത്ത ഇരുട്ടായിട്ടാണ്. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരിരുട്ടിന് മുകളിൽ മറ്റൊരിരുട്ടായി നിലനിൽക്കുന്നു. ഒന്നാമത്തെ അറിവാണിത്. വ്യാഖ്യാനമല്ലേ? ആരാ വ്യാഖ്യാനിച്ചേ? അപ്പൊ ഒന്നിനു മുകളിൽ മറ്റൊന്നുള്ള ഖുർആന്റെ വാക്കുകളിൽ നിങ്ങൾക്ക് എന്ത് വ്യാഖ്യാനിക്കാൻ പറ്റും? നിങ്ങൾ തഫ്സീറും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഖുർആൻ വെച്ചല്ലേ പറയണ്ടേ? ഞങ്ങൾ തഫ്സീർ പറയുമ്പോൾ നിങ്ങൾ ഖുർആൻ പറയാൻ പറയും, ഖുർആൻ പറയുമ്പോൾ തഫ്സീർ പറയും. പൊട്ടനാക്കൽ കളിയല്ലേ നിങ്ങളെ? ഖുർആനിൽ തന്നെ സംസാരിച്ചോ? ഈ 3 പ്രതിഭാസങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്നത്. ഒന്ന് 1000 മീറ്ററോളം ആഴത്തിലുള്ള വളരെ കൂരിരുൾ നിറഞ്ഞ ഒരു മേഖല പ്രതിഭാസം, അതിനുശേഷം ഉപരിതല പ്രതിഭാസം, അതിനുശേഷം ഈ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഏതാണ്ട് സമാനമായ അകലത്തിൽ അന്തരീക്ഷത്തിലുള്ള മറ്റൊരു പ്രതിഭാസം, മേഘമെന്ന പ്രതിഭാസം. ഇതിനെയാണ് ഒന്നിനു മുകളിൽ ഒന്നായി എന്ന് ഖുർആൻ പറയുന്നത്. കണ്ടല്ലോ, ഇത്രയുള്ളൂ ഈ ഖുർആൻ വചനത്തിന്റെ അർത്ഥം. അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഉപമ. മുഹമ്മദിന്റെ പ്രവാചകത്വത്തിലും അള്ളാഹുവിലും ഒന്നും വിശ്വസിക്കാത്ത ആളുകൾ ഒറ്റപ്പെട്ടു പോകും, അവരുടെ സൽക്കർമ്മങ്ങൾ വിഫലമായി പോകും എന്ന് അറബികളെ പേടിപ്പിക്കാൻ വേണ്ടി അവർക്കറിയാവുന്ന ഒരു ഉപമ പറയുകയാണ്. അതിൽ അലിയാർ കാസിമി പറഞ്ഞതുപോലെ കടലിനടിത്തട്ടിലെ ഇരുട്ട്, ഉപരിതലത്തിൽ ഒന്നിനുമേലെ ഒന്നായി മറിയുന്ന തിരമാലകൾ, അതിനു മുകളിൽ കാർമേഘം, പ്രകാശത്തെ തടയുന്ന ഈ 3 സംഭവങ്ങളെയാണ് ഖുർആനിൽ ളുലുമാത്തുൻ ബഅ്ദുഹാ ഫൗക ബഅ്ദ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്തത്? ഇന്ന് സമുദ്രശാസ്ത്രജ്ഞന്മാർ ആഴക്കടലിനെ അല്ലെങ്കിൽ കടലിനെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ 5ആയി തിരിച്ചുകൊണ്ട് പറയും. മുകളിലുള്ള ഭാഗം സൂര്യപ്രകാശം, ആ സൂര്യപ്രകാശം നമ്മൾ കാണുന്നത് പോലെ തന്നെ കാണുന്ന ഭാഗമാണ് എപ്പിപെലാജിക് സോൺ എന്നാണ് പറയാം. അത് സൂര്യപ്രകാശ മേഖല എന്ന് പറയാം. പിന്നീട് പ്രകാശത്തിന്റെ ഓരോ വർണ്ണങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയുള്ള സ്ഥലത്ത് നമ്മൾ പറയാ മീസോപിലാജിക് സോൺ എന്നാണ്. മീസോപിലാജിക് സോൺ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ സന്ധ്യാപ്രകാശ മേഖല എന്ന് പറയാം. ഇവിടെ വെളിച്ചമുണ്ട്, പക്ഷേ ഒരു സന്ധ്യയിലെ പ്രകാശത്തിന്റെ രൂപത്തിലാണ്. 1000 മീറ്റർ മുതൽ പിന്നീട് 4000 മീറ്റർ വരെയുള്ള ഭാഗത്ത് നമ്മൾ വിളിക്കുക ബാറ്റിപിലാജിക് സോൺ എന്നാണ്, അഥവാ അർദ്ധരാത്രി മേഖല. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഡോക്യുമെന്ററിയിൽ പറഞ്ഞ മിഡ് നൈറ്റ് സോൺ. ഈ അർദ്ധരാത്രി മേഖല വീണ്ടും താഴേക്ക് പോവാണ്. താഴേക്ക് പോകുന്നതിനനുസരിച്ച് വീണ്ടും 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 ഇരുട്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലകളെ വേറെ വേറെ പേരുകളിൽ വിളിക്കുന്നു. അബിസോപിലാജിക് സോൺ എന്ന് പറയുന്നു 6000 മീറ്റർ വരെ. അതിനുശേഷമുള്ള ഹെഡൽ പിലാജിക് സോൺ എന്ന് വിളിക്കുന്ന മേഖല, അവിടെയാണ് മറിയാനാസ് ട്രഞ്ചലുള്ളത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 1000 മീറ്റർ കഴിഞ്ഞാൽ പിന്നീട് ഇരുട്ട് മാത്രമല്ല, ഇരുട്ട് ഒരു ഇരുട്ടിന് മുകളിൽ അടുത്ത ഇരുട്ടായിട്ടാണ്. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരിരുട്ടിന് മുകളിൽ മറ്റൊരിരുട്ടായി നിലനിൽക്കുന്നു. വ്യാഖ്യാനിച്ചത് ഞങ്ങളാണോ? നിങ്ങളല്ലേ?
അലിയാർ കാസിമിക്ക് എന്താണ് ഇനി MM അക്ബറിനോട് പറയാനുള്ളത്? ചതിയന്മാരല്ലേ, ലോകത്തെ വഞ്ചിക്കുകയല്ലേ നിങ്ങൾ. ഖുർആനിന്റെ പച്ചയായ അറബി ഭാഷയുടെ അർത്ഥം പഠിക്കും നിങ്ങൾ. അതുകൊണ്ട് കളി വേണ്ട മോനെ ഖുർആനോട്, കളി വേണ്ട ഖുർആനോട്. നിങ്ങളുടെ അടിവേര് ലോകത്തറക്കാൻ പോവുക. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നിങ്ങളെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവന്ന് ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്. ഇനി അലിയാർ കാസിമി പറയാൻ പോകുന്നത് അക്ബർ പറയുന്ന ദുർവ്യാഖ്യാനങ്ങളെയൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന വിശ്വാസികളോടാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ആ വീഡിയോ കാണുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ, ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് അലിയാർ കാസിമിയുടെ ഈ പ്രഭാഷണത്തിൻ്റെ ഈ ശകലം കേൾക്കുമ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടും അക്ബറിൻ്റെ ഈ പൊള്ളത്തരവും കള്ളത്തരവും ഒക്കെ മനസ്സിലായിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന, സത്യവിരുദ്ധമായ കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളോടാണ് അലിയാർ കാസിമി പറയുന്നതായിട്ട് എനിക്ക് തോന്നിയ ഭാഗം ഇതാണ്. ഇതിനെല്ലാത്തിനും നിങ്ങൾ ഇനി ഉന്നയിച്ചോ, നിങ്ങളുടെ ഉന്നയിക്കുന്ന ചോദ്യത്തിന് അനുസരിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ ഞങ്ങൾ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കാം. ഞങ്ങൾക്ക് അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അതാ, നിങ്ങളെ വിഡ്ഢിവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ദുർവ്യാഖ്യാനമല്ലേ, വഞ്ചിക്കുകയല്ലേ, ചതിയന്മാരല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അലിയാർ കാസിമി ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി വിമർശകർ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ ശരിയായ അർത്ഥം ആദ്യം വിശദീകരിച്ച അലിയാർ കാസിമി പിന്നീട് സംവാദവേദിയിൽ അക്ബർ നടത്തിയിട്ടുള്ള അഭ്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ ഇത് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കും സാഹചര്യങ്ങളെ മറികടക്കാനുമൊക്കെ വേണ്ടി ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്ന് അലിയാർ കാസിമി തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തന്നു.